ബിഗ് ബോസ് ലൈവിൽ അപ്പൊ ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ജാൻമണി വന്നിട്ട് പറയും ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മലയാളികൾ പറയുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, അങ്ങനെ ഇവിടെ ആരോ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് ജാൻമണി പറയുന്നത്. അത് തനിക്ക് ഹേർട്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല, പുറത്തുള്ള മലയാളികൾ ഓരോരുത്തരും ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യും, അതുകൊണ്ട് ഇത് ഇങ്ങനെ ആവർത്തിക്കരുത്, ഇത് ഭയങ്കര ഹേർട്ടാക്കുന്നുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ജാൻമണി വന്നിട്ട് പറയും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ജാൻമണി ആരാണ് ഇത് പറഞ്ഞതെന്നുള്ളത് പറയുന്നില്ല. നോറയുടെ നേരെ നോക്കിയാണ് ജാൻമണി സംസാരിച്ചതെന്ന് പറഞ്ഞ് നോറ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ജാസ്മിന്റെ നേരെ നോക്കിയെന്ന് പറഞ്ഞ് ജാസ്മിൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നോറയല്ല ഈ കേസിൽ നിന്ന് പവർ ടീം പറഞ്ഞിട്ട് നോറേനെ അവിടെ ഇരുത്താൻ നോക്കുന്നുണ്ട്. നോറ സമ്മതിക്കുന്നില്ല, ആരാണെന്ന് പറയണമെന്ന് പറയും. നോറ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജാൻമണി വന്നിട്ട് പറയും, ഞാൻ നോറയുടെ നേരെ അല്ലല്ലോ നോക്കിയെന്ന് പറയും, ജാസ്മിന്റെ നേരെ അല്ലേ എന്ന് പറയും. അപ്പൊ ജാസ്മിൻ പറയും, എന്റെ നേരെ എന്തിനാണ് നോക്കിയത്, അപ്പൊ ഞാനാണെന്നാണോ പറയണെന്നുള്ള രീതിയിൽ ജാസ്മിൻ അപ്പൊ പൊട്ടിത്തെറിക്കുകയാണ്. ജാസ്മിനും അവരൊക്കെ പറയുന്നുണ്ട്, പലരുടെ മുഖത്തേക്ക് നോക്കി പറയുന്നതാണ്, അല്ലാണ്ട് നിന്നെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയും. ആയിട്ട് ജിൻഡോ വന്നിട്ട് ജാസ്മിനോട് പറയുന്നുണ്ട്, നിന്നെ അല്ല ഉദ്ദേശിച്ചത്. അപ്പോഴത്തേക്കും അവർ ടീമാരും ജാസ്മിനുമായിട്ട് വഴക്കുണ്ടാക്കുവാണ്. സിബിൻ അപ്പൊ പറയുന്നത്, എല്ലാ വള്ളി എന്തിനാണ് നിങ്ങൾ ഈ പിടിക്കുന്നതെന്ന് ചോദിച്ചാണ് നോറോടും അതുപോലെ തന്നെ ജാസ്മിനോടും വഴക്കുണ്ടാക്കുന്നത്. നിങ്ങളാണെന്ന് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ നടന്ന് പറയുന്നതെന്ന് ചോദിച്ച് ഇവർ രണ്ടുപേരും ഭയങ്കര വഴക്കാണ്. ആയിട്ട് സിബിന് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. ബോസായിട്ട് എല്ലാവരും വീണ്ടും ഇരിക്കാൻ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിയുമ്പോഴാണ് സിബിന് ദേഷ്യം വന്നിട്ട് സിബിൻ കൈ കൊണ്ട് 2-3 പ്രാവശ്യം ഇടിക്കും, പിന്നെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. മിഡിൽ ഫിംഗർ എന്തോ ആണ് സിബിൻ കാണിച്ചെന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. വൃത്തിയായിട്ട് ആക്ഷൻ കാണിച്ചു എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേക് ജയദീപ് അവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. സിബിനായിട്ട് ഞാൻ തെറ്റിയതൊന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പവർ ടീമിന് സിബിന് ശിക്ഷ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ സെൻസിറ്റീവായ ഇഷ്യൂസ് ഇവിടെ സംസാരിക്കരുതെന്നും ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലും കമ്മ്യൂണിറ്റിയുടെ വിഷയം ടോപ്പിക്കൊന്നും ഇവിടെ സംസാരിക്കരുതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സിബിൻ സായോടൊക്കെ പറയുന്നുണ്ട്, ദേഷ്യം വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയിടാ അങ്ങനെ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ ജാസ്മിന്റെ ഒരു വള്ളിയും എടുക്കുന്നില്ല എന്നൊക്കെയാണ് സിബിൻ പൂജയോട് അവരോടൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.